നമസ്കാരം. ദൈവം പോലും കടന്നു വരാൻ മടിക്കുന്ന പ്രദേശം. ചെമ്പേരി പശ്ചാത്തലമാക്കി കാക്കനാടൻ എഴുതിയ ഒറോദ എന്ന നോവൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഏകദേശം 80-90 വർഷങ്ങൾക്ക് മുമ്പാണ് തെക്കൻ കേരളത്തിൽ നിന്നും മലബാറിൻ്റെ മലമടക്കുകളിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നത്. അന്ന് കാട് പിടിച്ചു കിടന്ന പ്രദേശത്ത് ഇന്ന് റോഡുകളായി, മണിസൗധങ്ങളായി, വലിയ പള്ളികളും അമ്പലങ്ങളും വായനശാലകളുമുണ്ടായി. മിക്ക വീടുകളിലും കാറുകളായി. വിദ്യാഭ്യാസത്തിനും ആരോഗ്യപരിപാലനത്തിനും ലോകോത്തരമായ സൗകര്യങ്ങളുണ്ടായി. അഭിമാനാർഹമായ പല നേട്ടങ്ങളും ഒരു ജനത എന്ന നിലയിൽ നാം കൈവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട്. എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ഞാൻ കാണുന്ന കാഴ്ചകളിലേക്ക് ഒരു വട്ടം കൂടി ഞാനൊന്ന് മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയാണ്. പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കും ആള് കൂടുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ആളുമില്ല, ഓളമില്ല. പണ്ടൊക്കെ പെരുന്നാളുകൾക്കും ഉത്സവങ്ങൾക്കും ആളുകൾ വരുന്നത് കൂട്ടം കൂട്ടമായിട്ടാണ്. കൂടുതൽ ആളുകളെ കാണാൻ, പരിചയപ്പെടാൻ, സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കാൻ ഒക്കെ. ഇപ്പോൾ പണ്ടത്തെ ചങ്ക് സ്നേഹിതർ തമ്മിൽ കണ്ടാൽ പോലും കൃത്രിമമായ ഒരു ചിരിയിൽ ഓർമ്മ പുതുക്കലും വർത്തമാനങ്ങളും ഒതുങ്ങിപ്പോകുന്നു. ആ ചിരിയിൽ തന്നെ ഒരു തെളിച്ചക്കുറവ്. സാംസ്കാരിക സദസ്സുകളായി അന്തിനേരങ്ങളിൽ സ്വയം രൂപമാറ്റം ചെയ്തിരുന്ന കവലകളിൽ ആളൊഴിഞ്ഞിട്ട് വർഷങ്ങളായി. കച്ചവടക്കാരും പ്രതിസന്ധിയിലാണ്. ഓരോ വർഷം കഴിയും തോറും പുതുതായി പണിയുന്ന വീടുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. കെട്ടിട നിർമ്മാണ മേഖലയിലും മാന്ദ്യമാണ്. ബസ് വ്യവസായത്തിലും ടാക്സി സർവീസ് തൊഴിലാളികൾക്കും നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്കും തൊഴിലിലൂടെ ലഭിക്കുന്ന വരുമാനവും കുറഞ്ഞു. ചുറ്റുമുള്ള വീടുകളിലും നാട്ടുവഴിയോരങ്ങളിലും നിശബ്ദതയാണ്. മിക്ക ഇരുനില വീടുകളിലും ആൾതാമസമില്ല. 1-2 വയോജനങ്ങൾ മാത്രമുണ്ടാകും. അവർക്കാകട്ടെ മിണ്ടാനും പറയാനും ആരുമില്ല. മക്കളൊക്കെ വിദേശത്താണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും നാട്ടുകാരുമൊക്കെയായി. അവർ യൗവനത്തിൽ സ്വപ്നം കണ്ട വാർദ്ധക്യമല്ല അവർ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം. യുവാക്കളെ കാണാനേയില്ല. മിക്കവരും വിദേശത്താണ്. നാട്ടിൽ ഉള്ള സ്ഥലം വിൽക്കണമെന്നുണ്ട്. ഈ പ്രദേശത്തെ മിക്ക ആളുകളുടെയും പ്ലാൻ അതുതന്നെയാണ്. സ്ഥലം വാങ്ങാൻ ആളില്ല, അല്ലെങ്കിൽ വാങ്ങാൻ വരുന്നവർ മാന്യമായ വില പറയുന്നില്ല. ഈ പ്രദേശത്തെ വയോജനങ്ങളിൽ മിക്കവരും അവർക്ക് ഭക്ഷണം കഴിക്കാൻ ആരോഗ്യവും താല്പര്യവും ഉണ്ടായിരുന്ന കാലത്ത് പട്ടിണിയിലായിരുന്നു. വിള നശിപ്പിക്കാൻ വരുന്ന കാട്ടുമൃഗങ്ങളെ പേടിച്ച് ഏറുമാടങ്ങളിൽ ഉറക്കം മുളച്ച് കാത്തിരുന്ന ഒരു തലമുറ കണ്ട സ്വപ്നങ്ങൾക്കപ്പുറത്തേക്ക് നാട് വളർന്നു, മിക്ക കുടുംബങ്ങളും വളർന്നു. പക്ഷേ ഇന്നിപ്പോൾ മുമ്പോട്ട് നോക്കുമ്പോൾ പ്രതീക്ഷയില്ല. കൊച്ചുമക്കൾക്ക് വേണ്ടി അവർ നട്ട തെങ്ങിലും പ്ലാവിലും മാവിലുമൊക്കെ നാളെ കുരങ്ങന്മാരും കാട്ടുജന്തുക്കളും ആടിത്തിമിർത്തേക്കാം. ഒരായുസിൻ്റെ മുഴുവൻ അധ്വാനവും പ്രതീക്ഷയുമൊക്കെയായിരുന്ന വീടുകളിൽ നാളെ നായകളും കുറുക്കന്മാരും വിഹരിച്ചേക്കാം. പൊന്നുപോലെ കാത്ത റോഡുകളും കൃഷിയിടങ്ങളും വാഹനങ്ങളും നാളെ കാട് പിടിച്ച് നശിച്ചേക്കാം. ഇതൊന്നും അതിശയോക്തിയല്ല. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരികളുടെ ഡയറിക്കുറിപ്പുകൾ സ്ഥിരമായി കാണുന്നവർക്കറിയാം അർമേനിയയുടെയും മെക്സിക്കോയുടെയും കഥകൾ. ഒരു കാലത്ത് പ്രൗഢിയുടെയും സമ്പന്നതയുടെയും പ്രതീകമായിരുന്ന പട്ടണങ്ങൾ പ്രേതനഗരങ്ങളായി കാട് പിടിച്ചു കിടക്കുന്ന കഥകൾ. ഇത് കേരളത്തിലെ മലയോര ഗ്രാമങ്ങളുടെ മാത്രം കഥയല്ല. കുറച്ചു പട്ടണങ്ങൾ ഒഴിച്ച് കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളുടെയും അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. കാക്കനാടൻ്റെ കഥയിലെ നായികയും ഒറോദ തന്നെയാണ്. ഒറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട വേദനയുമായി ഒരു പുലരി വെളിച്ചത്തിൽ പ്രതീക്ഷകളൊന്നുമില്ലാതെ മരവിച്ച മനസ്സുമായി മാനത്തേക്ക് നോക്കി മലമുകളിലേക്ക് ഏകയായി നടന്നു കയറുന്ന ഒറോദയുടെ ചിത്രം ഇന്ന് ഓരോ വയോജനങ്ങളുടെയും പേക്കിനാവുകളിൽ ഉണ്ടാകാം. പഴുത്തിൽ വീഴാൻ തുടങ്ങുമ്പോൾ കൂടെ നിൽക്കുന്ന പച്ചിലകളും കാലത്തിൻ്റെ മാറ്റങ്ങൾ എങ്ങോട്ടെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അവരുടെ കാഴ്ചയിൽ
മേലേക്ക് നോക്കുമ്പോൾ വിമാനങ്ങൾ ഇപ്പോഴും പറക്കുന്നുണ്ട്. പ്രതീക്ഷയുടെയും നിരാശയുടെയും സിഗ്നലുകൾ മാറി മാറി തെളിയിച്ചുകൊണ്ട്. നമുക്ക് സാധ്യതകളില്ലേ? നാം പിറന്ന നാടും പിച്ചവെച്ച മണ്ണും പഠിച്ച വിദ്യാലയവുമെല്ലാം നാളെ കാടായും കാട്ടുമൃഗങ്ങളുടെ വിഹാരകേന്ദ്രങ്ങളായും മാറുന്നത്, അതും നമ്മുടെ കാലത്ത് തന്നെ മാറുന്നത് നമുക്ക് നിർവികാരതയോടെ നോക്കി നിൽക്കാൻ കഴിയുമോ? മലമ്പാമ്പിനോടും മലമ്പനിയോടും സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടും പൊരുതി നിന്ന നമ്മുടെ പൂർവികരുടെ പാരമ്പര്യവും രക്തവും നമ്മിൽ തീർത്തും ഉറകെട്ടു പോകുമോ? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കിപ്പോഴും സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ സാധ്യതകൾ? അതിനെപ്പറ്റി അടുത്ത വീഡിയോ. അതുവരേക്കും നന്ദി, നമസ്കാരം.